ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ മലയാളികളുടെ ഇഷ്ട വിഭവങ്ങളിലൊന്നാണല്ലോ നാടൻ പൊറോട്ട. അല്ലെ, ഏത് നേരത്തെങ്കിലുമൊക്കെ നമുക്ക് കഴിക്കാൻ ഇഷ്ടം തോന്നുന്നൊരു വിഭവമാണ് പൊറോട്ട. പൊറോട്ട അത്ര ഹെൽത്തി അല്ല, എന്നാൽ പോലും നമ്മളതിനെ ഇഷ്ടപ്പെടാറുണ്ടല്ലോ. അത് ഹോം മെയ്ഡായിട്ട് ചെയ്തെടുക്കുമ്പോഴതിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. നമ്മൾ കൊറോണ ടൈമിലാണ് ആദ്യമായിട്ട് പൊറോട്ട ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയത്. അത് അച്ചാച്ചനാണ് കേട്ടോ പൊറോട്ടയുടെ പ്രിപ്പറേഷൻ. എപ്പോഴും കറിയാണ് ഞാൻ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നല്ല മെനക്കെട്ട പണിയാണ്, നമുക്ക് കുഞ്ഞുങ്ങളെ വെച്ചുണ്ടാക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുമാണ്. പക്ഷേ ഇന്നലെ വൈകിട്ട് അച്ചാച്ചൻ പുറത്ത് പോയ സമയത്ത് ഞാൻ നോക്കിയപ്പം എന്ത് ഡിന്നറിനുണ്ടാക്കുമെന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേന് കുറച്ച് മൈദമാവ് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ കുഴച്ചാൽ അത്രയും സെറ്റാവാറില്ല. പക്ഷേ ഞാനത് വെച്ചിട്ട് പൂരിയ വല്ല ഉണ്ടാക്കാമെന്നുള്ള വിചാരത്തിൽ കുഴച്ച് വെച്ചു കേട്ടോ. അപ്പോൾ അത് പവർ സപ്ലൈ എല്ലാം പോയി, കുഞ്ഞൊന്നും അങ്ങനെ മൊത്തത്തിൽ സീനായി. പിന്നെ അതിനുള്ള കറിക്ക് വേണ്ടി ചിക്കൻ പീസ് എടുത്ത് വെച്ച് ഒന്നും നടന്നില്ല, അടച്ച് വെച്ചിട്ട് അവരുടെ കൂടി ഇരുന്നു. പിന്നെ അച്ചാച്ചൻ വന്നു കഴിഞ്ഞാൽ അതിനെ കൺവേർട്ട് ചെയ്ത് പൊറോട്ടയാക്കി കേട്ടോ. ഞാൻ തന്നെ കുഴച്ച് വെച്ച മാവിൽ നിന്ന് നല്ല അടിപൊളി സോഫ്റ്റായിട്ടുള്ള പൊറോട്ട സെറ്റായപ്പോഴത്തേന് എനിക്ക് അത്ഭുതം തോന്നി. അത് അച്ചാച്ചൻ അടിച്ച് പരത്തി സെറ്റാക്കി കേട്ടോ. പിന്നെ ചിക്കൻ പീസസ് കട്ട് ചെയ്ത് നമ്മൾ തൈസോട് കൂടിയ പീസ് വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് പൊട്ടറ്റോയും ഓണിയനും എല്ലാം ചേർത്ത് ഒരു വെറൈറ്റി ചിക്കൻ കറി ഉണ്ടാക്കിയെടുത്തു. അത് ഞാൻ പ്രിപ്പയർ ചെയ്തപ്പോൾ ഒരല്പം ഉപ്പ് കൂടിപ്പോയി. അതിനെ പിന്നെ പാലൊക്കെ ഒഴിച്ച് ഒന്ന് ബാലൻസ് ചെയ്തു കേട്ടോ. അങ്ങനെ കുറച്ചൊക്കെ കഷ്ടപ്പെട്ടാലും നമുക്ക് ചില സമയത്ത് നല്ലൊരു ഹാപ്പിനെസ്സാണ് ഒരുമിച്ച് ഇങ്ങനെ ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് രണ്ടാമത്തെ തവണയാണ് നമ്മൾ പൊറോട്ട പ്രിപ്പയർ ചെയ്യുന്നത്. കഴിഞ്ഞ തവണ വീഡിയോ എടുത്ത് വെച്ചിട്ട് ഇടാൻ പറ്റിയിട്ടില്ല, അപ്പോൾ ആ വീഡിയോയും പിന്നീട് ഇടുന്നതായിരിക്കും. അങ്ങനെ നല്ല സോഫ്റ്റായിട്ടുള്ള ടെക്സ്ചറിൽ നല്ല അടിപൊളി പൊറോട്ടയും ചിക്കൻ കറിയായിരുന്നു കേട്ടോ ഇന്നലത്തെ ഡിന്നർ. അങ്ങനെ ട്രൈ ചെയ്യാത്തവർക്ക് സിമ്പിളായിട്ട് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സിമ്പിളല്ല, കുറച്ച് കഷ്ടപ്പാടുണ്ട്, എന്നാലും കുറച്ച് എഫേർട്ട് എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് കിട്ടും കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾ ഉറങ്ങിയ സമയത്താണ് നമ്മൾ രണ്ടും കൂടെ കിച്ചണിൽ കയറിയത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അടിപൊളിയായിരുന്നു, ഒരു വെറൈറ്റി.